ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 50 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ്. PSC പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 50 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് 50 പൊതുവിജ്ഞാന ചോദ്യങ്ങളെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരങ്ങളെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക M. മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് M. മുകുന്ദനാണ്. ഇവിടെ തന്നെ അറിഞ്ഞിരിക്കണം, MD വാസുദേവൻ നായരെയാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് MD വാസുദേവൻ നായരെയാണ്. അതേപോലെ തന്നെ MD വാസുദേവൻ നായർ തന്നെയാണ് നിളയുടെ കഥാകാരൻ എന്നും വിശേഷിപ്പിക്കുന്നത്. നിളയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ പറയുന്ന MD വാസുദേവൻ നായരെയാണ്. അതുപോലെ തന്നെ SK പൊറ്റക്കാട്ടിനെയാണ് അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നും വിശേഷിപ്പിക്കുന്നത്. അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് SK പൊറ്റക്കാടിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ SK പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന നോവൽ. ആ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ആ ഒരു നോവലിലെ ആ ദേശമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന അതിരാണിപ്പാടം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്ന് പറയുന്ന SK പൊറ്റക്കാടാണ്. MD വാസുദേവൻ നായരെ കൂടല്ലൂരിൻ്റെ കഥാകാരൻ, അതുപോലെ തന്നെ നിളയുടെ കഥാകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മയ്യഴിയുടെ കഥാകാരൻ എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് M. മുകുന്ദനാണ്. രണ്ടാമത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻ നിന്നായി വരുന്ന ഉത്തരം എന്ന് പറയുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയാണ് കേരള വ്യാസൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കേരള വ്യാസൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയാണ്. ഇവിടെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് CV രാമൻപിള്ളയാണ്. കേരള ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നത് N. കൃഷ്ണപിള്ളയാണ്. അപ്പോൾ കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന CV രാമൻപിള്ളയാണ്. അതേപോലെ തന്നെ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന N. കൃഷ്ണപിള്ളയാണ് എന്തെന്ന് പറയുന്നത് കേരള ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കേരള വ്യാസൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെന്ന ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അടുത്ത ചോദ്യം, ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള മലയാളത്തിലുള്ള പഴഞ്ചൊല്ല് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതാണ് നമ്മുടെ ഇംഗ്ലീഷിലുള്ളത്. അതിന് സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ എയിൽ ചൂടുള്ളപ്പോൾ ഇരുമ്പുരുക്കുക, വെയിലുള്ളപ്പോൾ ഇരുമ്പ് ചൂടാക്കുക, അതുപോലെ തന്നെ കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് ഈ 3 ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഈ 3 ഓപ്ഷനിൽ ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിൻ്റെ സമാനമായ മലയാള പഴഞ്ചൊല്ലാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നത്. കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിൻ്റെ മലയാളമായിട്ടുള്ള പഴഞ്ചൊല്ലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെ PSC പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന കുറച്ച് പഴഞ്ചൊല്ലുകൾ കൂടി നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ആദ്യമായിട്ട് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് പറയുന്നത് അതിന് സമാനമായിട്ടുള്ള മലയാളമാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നത്. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്നതിന് സമാനമായിട്ടുള്ള മലയാളമാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നത്. അതുപോലെ തന്നെ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നതിന് സമാനമാണ് കാലവും തിരമാലയും ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നതിൻ്റെ സമാനമായിട്ടുള്ള മലയാളമാണ് കാലവും തിരമാലയും ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നത്. മൂന്നാമതായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിന് സമാനമായിട്ടുള്ള മലയാളമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നതിൻ്റെ ഇംഗ്ലീഷാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നത്. മറ്റത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് മലയാളമാണ് പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിൻ്റെ തർജ്ജമയാണ്. അതുപോലെ തന്നെ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിൻ്റെ മലയാളമാണ് ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എന്നത്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മാസ് എന്നത്, നോ മോസ് എന്നത്. ആൻഡ് റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നത് ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എന്നതിൻ്റെ ഇംഗ്ലീഷാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എന്താണ്? അല്പജ്ഞാനം ആപത്ത്. അല്പജ്ഞാനം ആപത്ത് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. മറ്റൊന്ന് ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതിൻ്റെ മലയാളം എന്താണ്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നത്.
എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ് എന്നത് അതിൻ്റെ മലയാളമാണ് അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. അതിൻ്റെ ഇംഗ്ലീഷാണ് എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ് എന്നത്. അടുത്തത് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. അതാണ് നമ്മുടെ 9ാമതായിട്ട് തന്നിരിക്കുന്നത്. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്നതാണ് അതിൻ്റെ മലയാളം. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്നതിന് ഇംഗ്ലീഷാണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്നാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് പറഞ്ഞാൽ കാലവും തിരമാലയും ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം. അതുപോലെ തന്നെ റോളിംഗ് സ്റ്റോൺ ഗാദർ നോ മോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എന്നതാണ്. എ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം ആപത്ത്. ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ് എന്ന് പറഞ്ഞാൽ അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്നതാണ് അതിൻ്റെ മലയാളം. ഇതൊക്കെ എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തത് ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണെന്നാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഏതു കൃതിയിലാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് അസുരവിത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ പറയുന്ന ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം അസുരവിത്ത് എന്ന് പറയുന്ന ആ ഒരു കൃതിയിലെ കഥാപാത്രമാണ്. ഇവിടെ തന്നെ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് ശ്രീധരൻ എന്ന് പറയുന്നത്. ശ്രീധരൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത് SK പൊറ്റക്കാടിൻ്റെ നോവലാണെന്ന് നമ്മൾ പഠിച്ചു. അതിലെ ഒരു പ്രധാനപ്പെട്ട ആ ദേശമാണ് ഇത് അതിരാണിപ്പാടം. ഇവിടെ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് ആര്? ശ്രീധരൻ. അതുപോലെ തന്നെ കയറിലുള്ളതാണ് ക്ലാസിപ്പേർ എന്ന് പറയുന്നത്. ക്ലാസിപ്പേർ എന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തകഴിയുടേതാണ് കയർ എന്ന് പറയുന്ന നോവൽ. ഇന്ദുലേഖ എന്ന് പറയുന്നത് മാധവനാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് O ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മാധവൻ എന്ന കാര്യം ഓർക്കണം. പിന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട അസുരവിത്ത് അത് MD വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അപ്പോൾ MD വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇത് അസുരവിത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചോദ്യം എന്താണ്? ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണെന്നാണ് ചോദ്യം. അപ്പോൾ MD വാസുദേവൻ നായരുടെ അസുരവിത്ത് എന്ന കൃതിയിലേതാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ് എന്നതാണ് നമ്മുടെ ഈ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് ഉചിതമായിട്ടുള്ള തർജ്ജമയാണ്. മലയാളത്തിലേക്ക് അതൊന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മുടെ 4 ഓപ്ഷനിലായിട്ട് ഭാരതത്തിന് ഒരു നല്ല ചരിത്രമുണ്ടെന്ന് പറയുന്നു, ഭാരതത്തിന് മഹത്തായ പൈതൃകമുണ്ടെന്ന് പറയുന്നു, ഭാരതത്തിന് മനോഹരമായ ചരിത്രമുണ്ടെന്ന് പറയുന്നു, ഭാരതത്തിന് പുരാതനമായ പൈതൃകമുണ്ട് എന്നും പറയുന്നു. ഇവിടെ ഗ്ലോറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മഹത്തായ എന്നാണ് അർത്ഥം വരുന്നത്. ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈതൃകം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്താണ്? ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട് എന്നൊരു അർത്ഥമാണ് ലഭിക്കേണ്ടത്. അത്തരത്തിൽ ഒരു അർത്ഥം ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എന്താണ്? ഭാരതത്തിന് മഹത്തായ പൈതൃകമുണ്ട് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ് എന്നതിൻ്റെ ഉചിതമായ തർജ്ജമ എന്ന് പറയുന്നത് ഭാരതത്തിന് മഹത്തായ പൈതൃകമുണ്ട് എന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ആരുടെ ആത്മകഥയാണെന്നാണ് നമ്മുടെ ചോദ്യം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ തന്നെ NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണ്? NN പിള്ളയുടെ ആത്മകഥയാണ്. അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത്. തകഴിയുടേതാണെങ്കിൽ ഓർമ്മയുടെ തീരങ്ങളിൽ നിന്നാണ്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണ് ഓർമ്മയുടെ അറകൾ, തകഴിയുടേത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നതാണ്. ഇവിടെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാണ്, അതേപോലെ തന്നെ ഓർമ്മയുടെ അറകൾ നമ്മൾ പഠിച്ചു വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇതിനോട് സാമ്യമായിട്ട് ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ G ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ ഒളിവിലെ ഓർമ്മകളാണെങ്കിൽ തോപ്പിൽ ബാസിയാണ്. എന്താണ്? ഓർമ്മയുടെ തീരങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ തകഴിയാണ് വരിക. ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ബഷീറാണ്. അതേസമയത്ത് ഒളിവിലെ ഓർമ്മകളാണെങ്കിൽ തോപ്പിൽ ബാസിയാണെന്ന കാര്യം ഓർത്തിരിക്കുക.
അതേപോലെ തന്നെ NN പിള്ളയുടെ പഠിച്ചു. ഞാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. നമ്മുടെ ചോദ്യത്തിൽ വരുന്നത് ആത്മകഥയ്ക്കൊരു ആമുഖം, ആരുടെ ആത്മകഥ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. ഇനി അടുത്തത് നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഒന്ന്, 9 മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനൊരു കോഡ് ഇവിടെ പറയുന്നുണ്ട്. ഭൂമിയുടെ വസനം എന്നാണ് പറയുക. അതായത് ഈ പറയുന്ന കോഡിൽ ഉൾപ്പെടുന്നതൊക്കെ 9 മീറ്റർ/സെക്കൻഡിന് കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ള ഗ്രഹങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇവിടെ ഭൂമിയുടെ കേസിൽ പറയുകയാണെങ്കിൽ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അപ്പോൾ ആ ഭൂമി എന്ന് പറയുന്ന ഒന്ന് വരും. വ്യാസനം എന്നതിൽ നിന്ന് വ്യാഴം കിട്ടും. ഷ എന്നതിൽ നിന്ന് നമുക്ക് ശനി കിട്ടണം. അതുപോലെ തന്നെ ന എന്നതിൽ നിന്ന് നമുക്ക് നെപ്റ്റ്യൂണും കിട്ടണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23.1 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അതേപോലെ തന്നെ ശനിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ 9 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അതുപോലെ തന്നെ നെപ്റ്റ്യൂണിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 11 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ കോഡ് എന്താണ്? 9 മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഒരു കോഡാണ് ഭൂമിയുടെ വസനം എന്ന് പറയുന്നത്. അതിൽ ഭൂമി ഒന്ന്, മറ്റൊന്ന് വ്യാഴം, ശനി, അതുപോലെ തന്നെ നെപ്റ്റ്യൂൺ. അതിൽ തന്നെ ഭൂമിയുടേത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. വ്യാഴത്തിൻ്റെ കേസിൽ 23.1 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. 23.1 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അതായത് ഇവിടെ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ളത് വ്യാഴത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് ശനിയാണ്. ശനിയുടേത് 9 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. നെപ്റ്റ്യൂണിൻ്റെ കേസിൽ 11 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. ഇനി ചൊവ്വയുടെയും അതുപോലെ തന്നെ ബുധൻ്റെയും കേസിൽ വരുമ്പോൾ 3.7 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ശുക്രൻ്റെ കേസിലേക്ക് വരുമ്പോൾ 8.9 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം ഏതിനാണുള്ളത്? വ്യാഴഗ്രഹത്തിലാണ്. എത്രയാണ്? 23.1 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. ഭൂമിയുടെ കേസിലേക്ക് വരുമ്പോൾ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ 9ൽ കൂടുതലുള്ള അറിയാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് ഭൂമിയുടെ വസനം എന്ന് പറയുന്നത്. അതിലൊന്ന് ഭൂമി, വായു എന്ന് പറയുമ്പോൾ അവിടെ വ്യാഴം വരുന്നുണ്ട്. സ എന്നതിൽ നിന്ന് നമുക്ക് ശനിയെ കിട്ടും. ന എന്നതിൽ നിന്ന് നമുക്ക് നെപ്റ്റ്യൂണെ കിട്ടും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായിരുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പരിചയപ്പെടുന്നത്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായിരുന്നു വെച്ചിട്ട് ഉത്തരമായിട്ട് വരിക തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് എന്ത്? സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം സസ്യങ്ങളെ ഏകവർഷികൾ, അതുപോലെ തന്നെ ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നൊക്കെ തരംതിരിച്ചു. അതാരാണ്? ഈ പറയുന്ന തിയോഫ്രാസ്റ്റസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നൊക്കെ തരംതിരിച്ചതാരാണ്? ഈ പറയുന്ന തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പോൾ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായിരുന്നു വെച്ച് ഉത്തരമായിട്ട് വരിക തിയോഫ്രാസ്റ്റസ് ആണ്. അദ്ദേഹമാണ് സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി ആൽഗകൾ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, ആൽഗകളെ കുറിച്ചിട്ടുള്ള പഠനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഫൈക്കോളജിയാണ്. ഫൈക്കോളജി എന്താണ്? ആൽഗകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അതേപോലെ തന്നെ മഞ്ഞിൽ വളരുന്ന ആൽഗകളെയാണ് ക്രയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് ക്രയോഫൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ വളരുന്ന ആൽഗകളാണ്. ആൽഗകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഫൈക്കോളജി. അതേസമയത്ത് ക്രയോഫൈറ്റുകൾ എന്ന് പറയുന്നത് മഞ്ഞിൽ വളരുന്ന ആൽഗകളാണെന്ന കാര്യം ഓർത്തിരിക്കണം. മറ്റൊന്ന്, ഏറ്റവും ചെറിയ ആൽഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക മൈക്രോമോണസ് പൂസില്ല എന്ന് പറയുന്നതാണ്. മൈക്രോമോണസ് പൂസില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ ആൽഗ എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആൽഗ ഏതാണ്? മാക്രോസിസ്റ്റീസ് എന്നതാണ്. മാക്രോസിസ്റ്റീസ് എന്നതാണ് എന്ത്? ഏറ്റവും വലിയ ആൽഗ. അപ്പോൾ ഏറ്റവും ചെറിയ ആൽഗ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോമോണസ് പൂസില്ലയാണ്. ഏറ്റവും ചെറിയ ആൽഗ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാക്രോസിസ്റ്റീസ് ആണ്. എന്തൊക്കെയാണ്? ഏറ്റവും വലുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാക്രോസിസ്റ്റീസ് ആണ്. ഏറ്റവും ചെറുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോമോണസ് പൂസില്ലയാണ്. ഇനി അടുത്തതായിട്ട് ആൽഗകളുമായിട്ട് ബന്ധപ്പെട്ട് ബഹിരാകാശ വാഹനങ്ങളിൽ ഓക്സിജൻ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന ആൽഗയാണ് ക്ലോറല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ബഹിരാകാശ വാഹനങ്ങളിലൊക്കെ ഓക്സിജൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആൽഗ എന്ന് വെച്ച ഉത്തരമായിട്ട് വരിക ക്ലോറല്ലയാണ്. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കരോജിനിൻ പ്രദാനം ചെയ്യുന്ന ആൽഗ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക കോൺട്രസ് ആണ്. കോൺട്രസ് എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കരോജിനിൻ പ്രദാനം ചെയ്യുന്നത് ഈ പറയുന്ന കോൺട്രസ് എന്ന് പറയുന്ന ആൽഗയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കരോജിനിൻ പ്രദാനം ചെയ്യുന്ന ആൽഗ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക കോൺട്രസ് ആണ്.
ഇനി നമ്മൾ അടുത്തയായിട്ട് പരിചയപ്പെടുന്ന ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട് PSCയിലൊക്കെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിൽ തന്നെ ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം ചോദിച്ചാൽ മൈക്കോളജി എന്നാണ് ഉത്തരമായിട്ട് വരിക. ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? മൈക്കോളജിയാണ്. ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം മൈക്കോളജി ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കെരാറ്റിനാണ്. കെരാറ്റിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം മൈക്കോളജി ആണെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? കെരാറ്റിൻ എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദാർത്ഥം ഉപയോഗിച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യർക്കുണ്ടാകുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ ഫംഗസ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം എന്ന് പറയുന്നതാണ്. എന്താണ്? എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം എന്ന് പറയുന്ന ഫംഗസാണ് ഈ മനുഷ്യനിലുണ്ടാകുന്ന അറ്റ്ലസ് ഫുട്ട് പോലുള്ള രോഗത്തിന് കാരണമാകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അറ്റ്ലസ് ഫുട്ട് രോഗം എന്ന് പറയുന്ന ഒരു ഫംഗസ് ബാധയാണ്. അതിന് കാരണമായിട്ടുള്ള ആ ഫംഗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം എന്നതാണ് ആ ഫംഗസിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു ഫംഗസാണ് അഗാരിക്കസ് എന്ന് പറയുന്നത്. അഗാരിക്കസ് എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഫംഗസ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അഗാരിക്കസ് എന്താണ്? ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഫംഗസാണ്. ഇനി ഏറ്റവും മാരക വിഷമുള്ള ഒരു ഫംഗസാണ് അമാനിറ്റ എന്ന് പറയുന്നത്. അമാനിറ്റ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മാരക വിഷമുള്ള ഫംഗസാണ്. ഇത് ഡെത്ത് കപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡെത്ത് കപ്പ് എന്നറിയപ്പെടുന്നത് അമാനിറ്റയാണ്. അമാനിറ്റ എന്താണ്? ഒരു ഫംഗസാണ്. ഏറ്റവും മാരക വിഷമുള്ള ഒരു ഫംഗസാണ് എന്ന് പറയുന്നത് അമാനിറ്റ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും മാരക വിഷമുള്ള ഫംഗസ് അമാനിറ്റ, അതിനെ ഡെത്ത് കപ്പ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി ജനിതക ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫംഗസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോസ്പോറയാണ്. ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ഒരു ഫംഗസാണ്. അത് ജനിതക ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾക്കും മറ്റുമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫംഗസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ജനിതക ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫംഗസ് ന്യൂറോസ്പോറയാണെന്ന കാര്യം ഓർക്കണം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 1944 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഏത് ഫംഗസിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. പെനിസിലിൻ കണ്ടുപിടിച്ചവരാണ് ഈ പറയുന്ന അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം 1944 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഏതിൽ നിന്നാണ്? ഈ പറയുന്ന പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഏതിൽ നിന്നാണ്? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഗിബർലിൻ എന്ന സസ്യ ഹോർമോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗസാണ് ഗിബറെല്ല ഫ്യൂജിക്കുറേ എന്ന് പറയുന്നത്. എന്താണ്? ഗിബറെല്ല ഫ്യൂജിക്കുറോയ് എന്ന് പറയുന്നത് ഗിബർലിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസാണ്. അപ്പോൾ ഗിബർലിൻ എന്ന സസ്യ ഹോർമോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസ് ഏതാണ്? ഗിബറെല്ല ഫ്യൂജിക്കുറോയ് എന്നതാണ്. ഗിബറെല്ല ഫ്യൂജിക്കുറോയ് എന്ന് പറയുന്നത് ഗിബർലിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഈ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹരിതകമില്ലാത്ത ഒരു സസ്യമാണ് കുമിൾ എന്ന് പറയുന്നത്. ഇതൊരു ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഹരിതകം ഇല്ലാത്ത ഒരു സസ്യം എന്ന് വെച്ചാൽ കുമിൾ അല്ലെങ്കിൽ കൂണെന്ന് പറയാം. അതുപോലെ തന്നെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫംഗസാണ് സക്കാരോമൈസിസ് സെർവീഷ്യ എന്ന് പറയുന്നത്. എന്താണ്? സക്കാരോമൈസിസ് സെർവീഷ്യ എന്ന് പറയുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫംഗസാണ്. എന്താണ്? ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫംഗസാണ് സക്കാരോമൈസിസ് സെർവീഷ്യ എന്ന് പറയുന്നത്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫംഗസ് സക്കാരോമൈസിസ് സെർവീഷ്യ എന്നതാണ് അതിൻ്റെ പേര്. അതേപോലെ തന്നെ ഹരിതകമില്ലാത്തൊരു സസ്യമാണ് കുമിൾ അല്ലെങ്കിൽ കൂണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് ധാന്യമാവ് പുളിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗസാണ് ഏത്? ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ധാന്യമാവ് പുളിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ധാന്യമാവ് പുളിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗസാണ് ഈസ്റ്റ് എന്ന കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ബ്രെഡ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണുന്ന ഫംഗസാണ് റൈസോപ്പസ് എന്ന് പറയുന്നത്. ബ്രെഡ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കാണപ്പെടുന്ന ഫംഗസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക റൈസോപ്പസ് ആണ്. അപ്പോൾ ബ്രെഡ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്ന ഫംഗസ് ഏതാണ്? റൈസോപ്പസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും വികാസം പ്രാപിച്ച ഫംഗസ് വിഭാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ബസീഡിയോ മൈസീറ്റീസ് എന്ന് പറയുന്നതാണ്. എന്താണ്? ബസീഡിയോ മൈസീറ്റ്സ് എന്ന് പറയുന്നതാണ്. ബസീഡിയോ മൈസീറ്റ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വികാസം പ്രാപിച്ച ഫംഗസ് വിഭാഗം എന്ന കാര്യം ഓർത്തിരിക്കുക. ബസീഡിയോ മൈസീറ്റ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വികാസം പ്രാപിച്ച ഫംഗസ് വിഭാഗം.
ഒരു ആൽഗയും അതുപോലെ തന്നെ ഫംഗസും സഹവർത്തിത്വത്തിൽപ്പെട്ട് ഉണ്ടാകുന്ന സസ്യവർഗം ചോദിച്ചാൽ ലൈക്കനുകളാണ്. ഒരു ആൽഗയും അതുപോലെ തന്നെ ഫംഗസും സഹവർത്തിത്വത്തിൽപ്പെട്ട് ഉണ്ടാകുന്ന സസ്യവർഗം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ലൈക്കനുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു ആൽഗയും അതുപോലെ തന്നെ ഫംഗസും സഹവർത്തിത്വത്തിൽപ്പെട്ടുണ്ടാകുന്ന സസ്യവർഗം ഏതാണ്? ലൈക്കനുകളാണ്. അതുപോലെ തന്നെ ഏറ്റവും വികാസം പ്രാപിച്ച ഫംഗസ് വിഭാഗം ഏതാണ്? ബസീഡിയോ മൈസീറ്റ്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് എൻ്റെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും സൗജന്യമായിട്ട്. അപ്പോൾ ഇത്രയും നാൾ നൽകിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും താങ്ക് യു.